മുൻ മുഖ്യമന്ത്രി കരുണാകരന്റെ മകളും കോൺഗ്രസ് നേതാവുമായിരുന്ന പത്മജ വേണുഗോപാൽ അങ്ങനെ കാലുമാറി ബി.ജെ.പിയിലെത്തിയിരിക്കുകയാണ്. അവർ ഇന്ന് തന്നെ ബി.ജെ.പി അംഗത്വം സ്വീകരിച്ചേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൂടുതൽ പ്രമുഖ നേതാക്കൾ ബി.ജെ.പി പാളയത്തിൽ എത്തുമെന്ന പാർട്ടിയുടെ പ്രഖ്യാപനത്തെ സാധൂകരിച്ചുകൊണ്ടാണ് പത്മജയുടെ ഈ എൻട്രി. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെയാണ് പത്മജ വേണുഗോപാലിന്റെ ബി.ജെ.പി പ്രവേശനം എന്നതും ശ്രദ്ധേയമാണ്. പാർട്ടിയിലെ ഭിന്നതകൾക്കുപരി ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വവുമായുള്ള അകൽച്ച തന്നെയാണ് പത്മജയുടെ ഈ മാറ്റത്തിന് പിന്നിലെന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിലും നേതൃത്വം തന്നെ അവഗണിച്ചുവെന്ന് പത്മജ കരുതുന്ന സാഹചര്യത്തിലാണ് അവർ അടുത്ത വഴി വെട്ടിത്തെളിക്കുന്നത്. ദേശീയ ശ്രദ്ധയാകർഷിച്ച ഒരു കോൺഗ്രസ് നേതാവിന്റെ മകൾ എന്നതിലുപരി നിലവിൽ പാർലമെന്റ് അംഗമായ കെ മുരളീധരന്റെ സഹോദരി എന്ന പരിഗണന കൂടി കണക്കിലെടുത്താണ് കേന്ദ്ര നേതൃത്വം നേരിട്ട് പത്മജയെ ആനയിച്ചു കൊണ്ടുവരുന്നത്. പത്മജയെ കൂടാരത്തിൽ എത്തിക്കാനുള്ള നീക്കങ്ങളെല്ലാം നടന്നത് ദേശീയ തലത്തിൽ തന്നെയായിരുന്നു എന്നത് ഇതുവരെയുള്ള ചിത്രത്തിൽ നിന്നും വ്യക്തമാണ്. മുൻപ് മുൻ കേന്ദ്രമന്ത്രി ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ ബി.ജെ.പിയിൽ എത്തിച്ചതും ഇത്തരത്തിൽ കേന്ദ്ര നേതൃത്വം എടുത്ത സമീപനത്തിന്റെ ഭാഗമായിരുന്നു. സംസ്ഥാന നേതൃത്വം അവസാന നിമിഷമാണ് അനിലിന്റെ വരവ് അറിഞ്ഞതുപോലും. പത്മജിയുടെ കാര്യത്തിൽ വാർത്തകൾ നേരത്തെ തന്നെ പ്രചരിപ്പിച്ചിരുന്നെങ്കിലും ഇക്കാര്യത്തിൽ കാര്യമായ പങ്ക് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് ഇല്ലെന്നാണ് സൂചന. ഇത്ര തിടുക്കപ്പെട്ട് പത്മജയെ ബി.ജെ.പിയിൽ എത്തിക്കുന്നതിന് മറ്റൊരു കാരണം കൂടി പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തൃശൂരിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുരേഷ് ഗോപിയെ എന്ത് വില കൊടുത്തും ജയിപ്പിക്കുക എന്നതാണ് ഇപ്പോഴത്തെ കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രഥമ ലക്ഷ്യം എന്നത്. ഈ ഘട്ടത്തിൽ തൃശൂർ പ്രവർത്തന മണ്ഡലമാക്കിയ അവിടെ പദ്ധതികളുള്ള പത്മജിയെ കൂടെ നിർത്തിയാൽ ഗുണം ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് കേന്ദ്ര തലത്തിൽ ചരടുവലി നടത്തിയത്. സുരേഷ് ഗോപിക്ക് വേണ്ടി പത്മജിയെ പ്രചരണത്തിന് ഇറക്കിയാൽ കോൺഗ്രസ് വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താമെന്നാണ് ബി.ജെ.പി കരുതുന്നത്. കരുണാകരന്റെ മകൾ എന്നതിലുപരി പത്മയിൽ അവർ കാണുന്ന പ്രാധാന്യവും അത് തന്നെയാണെന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. ഇനി അറിയാനുള്ളത് ബി.ജെ.പി പത്മജയ്ക്ക് എന്ത് പദവി നൽകും എന്നതാണ്. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കാനിരിക്കെ അതിൽ സർപ്രൈസായി പത്മജയുടെ പേര് വരുമോ എന്നാണ് പലരും ഉറ്റുനോക്കുന്നത്. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ താക്കോൽ സ്ഥാനത്തെ ഭാരവാഹിത്വം അവർക്ക് വാഗ്ദാനം ചെയ്തേക്കും. അത് പത്മജയ്ക്ക് സ്വീകാര്യമാവാനാണ് സാധ്യത. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടി തന്നെയാണ്. 2004 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മുകുന്ദപുരത്ത് നിന്ന് ലോക്സഭയിലേക്കും 2021 തൃശൂരിൽ നിന്ന് നിയമസഭയിലേക്കും പത്മജ മത്സരിച്ചിരുന്നു. എന്നാൽ 2 വട്ടവും അവർ പരാജയപ്പെട്ടു. തൃശൂരിലെ മത്സരത്തിന് ശേഷം വലിയ ആരോപണങ്ങൾ പത്മജ നേതാക്കൾക്കെതിരെ ഉന്നയിച്ചിരുന്നു. തന്നെ തൃശൂരിൽ തോൽപ്പിച്ചതാണെന്നും അവർ ആരോപിക്കുകയുണ്ടായി. കെ.പി.സി.സി നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ അവർ പരാതിയും നൽകിയിരുന്നു. പക്ഷേ നേതൃത്വത്തിൽ നിന്ന് കാര്യമായ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല. കെ മുരളീധരന്റെ സഹോദരിയായിട്ടും പാർട്ടിയിൽ നിന്ന് നിരന്തരം അവഗണന നേരിട്ടതുമെല്ലാം പത്മജിയെ അതൃപ്തിയിലാക്കിയ കാര്യങ്ങളാണ്. നിലവിൽ സംസ്ഥാന കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ് പത്മജ. 2021 ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നടന്നത്. 946 വോട്ടിനായിരുന്നു ഇടതു സ്ഥാനാർത്ഥിയുടെ വിജയം. പത്മജ 43,317 വോട്ട് നേടിയിരുന്നു. ബി.ജെ.പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി 40,457 വോട്ടും നേടുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പത്മജയുടെ ഈ മാറ്റം കോൺഗ്രസിനെ കാര്യമായി തന്നെ ബാധിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട.